ഇപ്പോൾ വൈകുന്നേരം എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണം എന്ന് തോന്നിയാൽ ഒരു ബീച്ചിലേക്കുള്ള യാത്ര നമ്മളുടെയൊക്കെ പതിവാണല്ലോ ഇല്ലേ? എന്തായാലും നല്ല കടൽ തീരങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. അത് എല്ലാ ജില്ലയിലും അങ്ങനത്തെ നിരവധി സ്പോട്ടുകളുണ്ട്. എന്തായാലും കോഴിക്കോട്ടെ ഒരു എലത്തൂരിലെ കടുക്ക ബസാർ എന്ന് പറയുന്ന ഇടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചൂണ്ടയിടാനൊക്കെയുള്ള സൗകര്യമുണ്ട്. എല്ലാ ബീച്ചിലും നമുക്ക് അവിടെ ഇരുന്ന് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ് പറ്റുന്നതെങ്കിൽ കുറച്ച് ആക്ടിവിറ്റി കൂടി സാധ്യമാകുന്ന ഒരിടമാണ് ഇവിടുത്തെ ഈ കടുക്ക ബസാർ. അപ്പോൾ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് MS അനീഷ് കുമാറാണ്. എന്താണ് അവിടെ കാണാനുള്ളതെന്ന് കണ്ടിട്ട്. തീരത്തു നിന്നും കടൽപ്പാലം പോലെ വെള്ളത്തിലേക്ക് നീളുന്ന പാറക്കൂട്ടങ്ങൾ, അതാണ് കടുക്ക ബസാറിന്റെ ഏറ്റവും വലിയ ആകർഷണം. വേലിയിറക്ക സമയത്തും ഒക്ടോബർ നവംബർ മാസങ്ങളിലും പ്രകൃതി ഒരുക്കുന്ന പാലത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കാം. കരയിൽ നിന്നും കടലിലേക്ക് പാറക്കൂട്ടങ്ങൾ തീർക്കുന്ന പാലത്തിനൊപ്പം കടലിൽ അങ്ങിങ്ങായി ഉയരുന്ന തുരുത്തുകളും സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ അനുഭവം സമ്മാനിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഉള്ളൊരു സ്ഥലങ്ങളല്ല. ആളുകളെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ ഒരു ശാന്തമായൊരു കടപ്പുറമാണ്. നല്ല തണലുള്ള സ്ഥലമാണ്. നല്ല ആളുകളെ എല്ലാവരും നല്ലൊരു ഇതുള്ള സ്ഥലമാണ്. ദിവസം മുഴുവൻ സമൃദ്ധമായ കാറ്റ്. തീരത്ത് മരങ്ങൾ വളർന്നു നിൽക്കുന്നതിനാൽ വെയിലേൽക്കാതെ പാറക്കെട്ടുകളിലെ ഇരിപ്പ്, ചൂണ്ടയിടാനുള്ള സൗകര്യം എന്നിവയും കടുക്ക ബസാറിലുണ്ട്. അടുത്ത മാസം മുതൽ പാറക്കെട്ടുകളെ മൂടി കല്ലുമ്മക്കായകൾ വളർന്നു തുടങ്ങും. ഇതോടെ കായ പറിക്കാനെത്തുന്നവരെ കൊണ്ട് ബീച്ച് നിറയും. ഇപ്പം വെള്ളം ഉണ്ടാവില്ല. വെള്ളം അവിടെ വരെ നടന്നു പോവാ. ഇവിടെ കടക്ക പറിക്കുന്ന ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇവിടെ നിന്ന് കടക്ക പറിക്കാറുണ്ട് അവിടെ വന്നിട്ട്. മലബാർ മേഖലയിലെ തന്നെ ഏറ്റവും സ്വാദുള്ള കടുക്ക ലഭിക്കുന്നത് ചാലിയം, എലത്തൂർ പ്രദേശങ്ങളിൽ നിന്നാണ്. നിരവധി തൊഴിലാളികൾക്ക് കടുക്ക ഉപജീവന മാർഗവുമാണ്. ഒക്ടോബർ മാസം എത്തിയാൽ സഞ്ചാരികളുടെ വലിയ ഒഴുക്കാവും കടുക്ക ബസാറിലേക്ക്. മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂക്കും പോലെ ഈ പാറക്കഷ്ണങ്ങളിലെല്ലാം കല്ലുമുക്കായി നിറയും. പറിക്കാനായി നാട്ടുകാരും. എരത്തൂരിൽ നിന്നും ക്യാമറമാൻ PV വിനോദ് കുമാറിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. കടലിനുള്ളിലേക്ക് നടന്നു പോകാനുള്ള ഒരു സ്വാഭാവിക പാലം പോലെ ആ പാറക്കൂട്ടങ്ങൾ നമുക്കവിടെ കാണാം. പക്ഷേ ഈ സമയത്തൊന്നും പോകാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് തോന്നുന്നില്ല. കാരണം മഴയൊക്കെ ഉണ്ടെങ്കിൽ അല്പം അപകടം നിറഞ്ഞ മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാകുന്ന സമയങ്ങളിൽ അവിടേക്ക് എത്താമെന്നാണ് കരുതുന്നത്. എന്തായാലും വളരെ ശാന്തമായ ഒരിടമാണ്. സാധാരണ ബീച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ കൊല്ലത്തൊക്കെ ആണെങ്കിൽ വലിയ തിരക്കാണ്, എന്നും വലിയ തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ ഇത് ഒരു ശാന്തമായ കടൽ തീരമാണ്. ചൂണ്ടയൊക്കെ ആയിട്ട് പോയാൽ നല്ല ടൈം പാസ് ആയിരിക്കും. എന്തായാലും നമുക്ക് ഈ കാഴ്ചകൾ സമ്മാനിച്ചത് MS അനീഷ് കുമാറാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ